നമസ്കാരം, ഞാൻ ആര്യ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, ഉണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബൈപോളർ രോഗമുള്ള വ്യക്തികളിൽ റിലാപ്സ് അതായത് രോഗലക്ഷണങ്ങൾ വീണ്ടും വരുന്നത് എങ്ങനെ തടയാം എന്നതാണ്. ബൈപോളർ ഡിസോർഡർ ഒരു ക്രോണിക് മൂഡ് ഡിസോർഡർ ആണ്. അതിൽ മാനിയ ഡിപ്രഷൻ എപ്പിസോഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അമിതമായിട്ടുള്ള സംസാരം, ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ, ഹൈ എനർജി. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒരു താല്പര്യം ഉണ്ടാവില്ല, എപ്പോഴും വിഷമിച്ചിരിക്കുക, ലോ എനർജി. എന്താണ് റിലാപ്സ്? റിലാപ്സ് എന്ന് പറഞ്ഞാൽ രോഗലക്ഷണങ്ങൾ വീണ്ടും വരുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് റിലാപ്സ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മെയിനായിട്ട് മരുന്നുകൾ ഒഴിവാക്കുന്നത്, സ്ട്രെസ്ഫുൾ ഇവൻറ്റ്സ് ലൈഫിൽ നടക്കുന്നത്, ഫാമിലി കോൺഫ്ലിക്റ്റ്, പിന്നെ അതുപോലെ സബ്സ്റ്റൻസ് യൂസ്, ഈ ആൽക്കഹോളും ഡ്രഗ്സിൻ്റെ ഒക്കെ യൂസ് ഈ റിലാപ്സ് റിസ്ക് വർദ്ധിപ്പിക്കും. അടുത്തത് പറയാൻ പോകുന്നത് ഏർലി വാർണിംഗ് സയൻസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഏർലി വാർണിംഗ് സയൻസ്? അതായത് ഈ മാനിയ ഡിപ്രഷൻ എപ്പിസോഡ്സ് വരുന്നതിന് മുമ്പ് ബിഹേവിയർ അല്ലെങ്കിൽ ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഏർലി വാർണിംഗ് സയൻസ് എന്ന് പറയുന്നത്. അതിൽ മാനിയ ഏർലി വാർണിംഗ് സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്രഷൻ്റെതുണ്ട്. മാനിയൻ്റെതാണ് നമ്മൾ അമിതമായിട്ട് സംസാരിക്കുന്നത്. അതായത് അവർ കൂടുതലും ഭയങ്കര സ്പീഡിലായിരിക്കും അവർ സംസാരിക്കുക. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും, എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു തോന്നൽ. അതുപോലെ പെട്ടെന്ന് ഇറിറ്റബിലിറ്റി ഉണ്ടാകും. അതുപോലെയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് സോഷ്യൽ വിഡ്രോവൽ, ഒന്നിനോടുമുള്ളൊരു താല്പര്യം കാണില്ല, ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം. പിന്നെ ഈ ഹോപ്പ്ലെസ് തോട്ട്സ്, അതായത് അവർ എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല എന്നൊക്കെയുള്ളൊരു തോട്ട്സ് വരും. പിന്നെ പറയുന്നത് സോഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ, പിന്നെ ഫാറ്റിഗ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. അടുത്തത് പറയാൻ പോകുന്നത് ഒരു കെയർ ഗിവർ റോളാണ്. അതായത് കെയർ ഗിവർ റോൾ ഇൻ റിലാക്സ് പ്രിവെൻഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യേണ്ടത്? അതിൽ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ മെഡിക്കേഷൻ അഡറൻസ് ആണ്. മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതായത് ഈ മരുന്നുകൾ ഒഴിവാക്കുന്നതിൽ റിലാക്സ് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടാകും. ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ മരുന്നുകൾ ഒരിക്കലും നിർത്തരുത്. എന്തെങ്കിലും ഒരു സൈഡ് എഫക്റ്റ് തോന്നിയാൽ അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നെ പറയുന്നത് ഈ അടുത്തത് സ്ലീപ്പ് റൂട്ടീനൊക്കെ നിയന്ത്രിക്കുക. അതായത് ഈ സ്ലീപ്പ് ആയാൽ പോലും കറക്റ്റ് ടൈമിനാണ് ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ഡെയിലി റൂട്ടീനൊക്കെ കറക്റ്റ് എല്ലാ ദിവസവും അതുപോലെ പോകുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ചെയ്യേണ്ടത് കാര്യമാണ് ഈ ഏർലി വാർണിംഗ്സ്, നേരത്തെ ഞാൻ പറഞ്ഞ ഏർലി വാർണിംഗ്സ് ഒക്കെ ഒന്നുകൂടെ തിരിച്ചറിയാം. ഈ നേരത്തെ പറഞ്ഞ അതായത് കെയർ ഗിവേഴ്സിന് രോഗികളുടെ പെരുമാറ്റത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളും മനസ്സിലാക്കാൻ പറ്റും. അടുത്തതാണ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ മാത്രമല്ല, അവിടെ ഒരു ഇമോഷണൽ ഷെയറിങ് വേണം. അവരെല്ലാം തുറന്ന് സംസാരിക്കാൻ പറ്റണം. അങ്ങനെ ഒരു കാം കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ അതുപോലെ അവർ പറയുന്ന കാര്യങ്ങളായാൽ പോലും നമ്മൾ ഈ ആക്റ്റീവ് ലിസൺ നല്ല രീതിയിൽ കേൾക്കുക. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. ഈ ഫാമിലി കോൺഫ്ലിക്റ്റ് ഒക്കെ വരുമ്പോൾ അത് നന്നായിട്ട് അവർക്ക് ബാധിക്കും. പിന്നെ അതിലൊരു ഇമോഷണൽ സ്ട്രെസ് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. അടുത്തത് ക്രൈസിസ് മാനേജ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ റിലാപ്സ് വീണ്ടും തുടങ്ങുന്നുണ്ടെന്ന് കണ്ടു തുടങ്ങിയാൽ ഡോക്ടറുമായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഈ റിസ്കി ബിഹേവിയറൊക്കെ കാണിക്കുകയാണെങ്കിൽ ഒന്ന് നിയന്ത്രിക്കാം. വേറൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കെയർ ഗിവർ ബർഡൻ. അതായത് ഈ കെയർ ഗിവർ ബർഡൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കെയർ ഗിവേഴ്സിൻ്റെ മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി, എക്കണോമിക്കലി ഉണ്ടാകുന്ന സ്ട്രെസ്സാണ്. ഒരു ദീർഘകാല രോഗമോ അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നമുള്ള രോഗിയെ പരിചരിക്കുക എന്നത് ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാൽ പലപ്പോഴും രോഗിയോട് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഒരു കെയർ ഗിവേഴ്സിൻ്റെ സ്ട്രെസ്സിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. കെയർ ഗിവർ ബർഡൻ 2 രീതിയിലാണ് കാണുന്നത്: ഒബ്ജക്റ്റീവ് ബർഡൻ, സബ്ജക്റ്റീവ് ബർഡൻ. ഒബ്ജക്റ്റീവ് ബർഡൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിന്നെ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂസ്, പിന്നെ വർക്കായിട്ട് പ്രശ്നങ്ങൾ,
അതുപോലെ തന്നെ സബ്ജക്റ്റീവ് ബർഡനിൽ പറയുന്നത് ആശങ്ക, ദേഷ്യം, ഒന്നിനോട് അതുപോലെ തന്നെ ഈ കെയർ ഗിവർ ബർഡന്റെ സിംറ്റംസ് ഉണ്ട്. അതായത് ഈ സോഷ്യലി, ഇമോഷണലി, ഫിസിക്കലി സിംറ്റംസ് ഉണ്ട്. അതിൽ ഇമോഷണലി എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി, ഡിപ്രഷൻ, ഇറിറ്റേറ്റ് എന്നൊക്കെ. അതുപോലെ തന്നെ ഈ സോഷ്യൽ എന്ന് പറഞ്ഞാൽ ലോൺലിനെസ് ഫീൽ ചെയ്യുക, ഫിസിക്കലി അവർ ടയേർഡ് ആവുക, എത്തിക്ക് എന്നൊക്കെയാണ്. ഇനി ഞാൻ ബൈപ്പോളർ ഡിസോർഡറിന്റെ റിലാക്സ്ഡ് മുൻകൂട്ടി കാണുന്ന ലക്ഷണങ്ങൾ, കെയർ ഗിവർ റോൾ, കെയർ ഗിവർ ബർഡൻ എന്നീ വിഷയത്തെപ്പറ്റി വിശദമായി സംസാരിച്ചു. ബൈപ്പോളർ ഡിസോർഡർ ഒരു ക്രോണിക് മൂഡ് ഡിസോർഡർ ആണ്. അതൊരു ജീവിതകാലം മുഴുവൻ ഉണ്ടെങ്കിൽ പോലും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് പിന്നെ കുടുംബത്തിന്റെ ഒരു പിന്തുണയും ഉണ്ടെങ്കിൽ സാധാരണ ജീവിതം നയിക്കാൻ പറ്റും. റിലാക്സ്